നിയമലംഘകരെ തേടി ഇറങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യയുടെ സുരക്ഷാ വിഭാഗങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പരിശോധനയിൽ ആയിരക്കണക്കിന് നിയമലംഘകരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 10,000 പേരെ നാടുകടത്തി. ഇതിനിരട്ടി പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇവരെ സഹായിക്കുന്നവർക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചവരും അനധികൃതമായി സൗദിയിൽ പ്രവേശിച്ചവരും വിസ കാലാവധി കഴിഞ്ഞും മടങ്ങാത്തവരും ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ബംഗ്ലാദേശുകാരാണ്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. 25 ലക്ഷത്തോളം ഇന്ത്യക്കാർ സൗദിയിൽ താമസിക്കുന്നു എന്നാണ് കണക്ക്. ഈ സാഹചര്യത്തിൽ രേഖകൾ കൃത്യമാണെന്ന് പ്രവാസികൾ ഉറപ്പാക്കണം. നിയമം ലംഘിച്ച് സൗദിയിൽ കഴിയുന്ന 10,000 പ്രവാസികളെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാടുകടത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ചുള്ള ഗൾഫ് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ഒരുമിച്ചാണ് പരിശോധനകൾ നടത്തിയത്. 21,000-ൽ അധികം നിയമലംഘകരെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. കൃത്യമായ താമസരേഖകൾ ഇല്ലാത്തവരാണ് ഇതിൽ 14,000 പേർ. അതിർത്തി ലംഘിച്ചവർ 4,600 പ്രവാസികൾ. തൊഴിൽ നിയമം ലംഘിച്ച 3,000 പേരും ഇതിൽപ്പെടും. കൃത്യമായ രേഖകൾ ഇല്ലാത്തവരെ അവരുടെ രാജ്യത്തിന്റെ എംബസിക്ക് കൈമാറാനാണ് തീരുമാനം. യാത്രാരേഖകളും മറ്റും ശരിപ്പെടുത്തുന്നതിനാണ് ഇത്. അതേസമയം 2,300 പേരെ നാടുകടത്താനുള്ള നടപടികൾക്കായി മാറ്റി. സൗദിയുടെ അതിർത്തി വഴി നിയമവിരുദ്ധമായി എത്തിയ 1,477 പേരെ പരിശോധനയിൽ കണ്ടെത്തി. കൂടുതലും എത്യോപ്യക്കാരും യമൻ പൗരന്മാരുമാണുള്ളത്. മറ്റു ചില രാജ്യക്കാരും ഇതിലുണ്ട്. നിയമവിരുദ്ധമായി സൗദിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച 90 പേരെ പിടികൂടിയിട്ടുണ്ട്. രേഖകളില്ലാത്ത പ്രവാസികളെ സഹായിച്ചതിന് 18 പേരും പിടിയിലായി. നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് സഹായം നൽകരുതെന്ന് നേരത്തെ ഭരണകൂടം വ്യക്തമാക്കിയ കാര്യമാണ്. ഇത്തരക്കാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടി തന്നെ ഉണ്ടാകും. പിഴയും 15 വർഷം വരെ തടവും ലഭിച്ചേക്കാം. 10 ലക്ഷം സൗദി റിയാൽ വരെയാകും പിഴ. നിയമലംഘകരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും. നിയമം ലംഘിച്ച് സൗദിയിൽ കഴിയുന്നവരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ എമർജൻസി നമ്പറിൽ അറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 34,000 വിദേശികൾ ഇക്കാര്യത്തിൽ നിയമ നടപടി നേരിടുന്നുണ്ട്. 3,000 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. താമസരേഖകളും മറ്റും കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ശരിപ്പെടുത്താൻ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം മുൻപ് സൗദി അറേബ്യ വിദേശികളായ യാത്രക്കാർക്ക് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഉംറ തീർത്ഥാടനത്തിനോ സന്ദർശനത്തിനോ ആയി സൗദിയിലേക്ക് വരുന്നവർ നിർബന്ധമായും വാക്സിൻ എടുത്തിരിക്കണമെന്നതായിരുന്നു അത്. ഏതൊക്കെ വാക്സിനുകളാണ് എടുക്കേണ്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം ഇറക്കിയ പുതിയ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. യാത്രക്കാരെ വാക്സിനേഷൻ സംബന്ധിച്ച് വിമാന കമ്പനികൾ ബോധവൽക്കരിക്കണമെന്നാണ് ഏവിയേഷൻ അതോറിറ്റി പറഞ്ഞത്. പ്രത്യേകിച്ചും ഉംറ വിസയിലെത്തുന്ന യാത്രക്കാരെ. ആഫ്രിക്കയിൽ ഉൾപ്പെടെ പുതിയ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഈ നിർദ്ദേശം. എന്നാൽ ഇന്ത്യക്കാർക്കും ഈ നിർദ്ദേശം ബാധകമാണോ എന്നത് സംബന്ധിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അന്വേഷിച്ച് ഉറപ്പുവരുത്തണമെന്നായിരുന്നു ആ നിർദ്ദേശം.